ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അക്കാര്യങ്ങളിലൊക്കെ പരിശോധനകളും ഇടപെടലുകളും ഒക്കെ ഉണ്ടാകേണ്ടതല്ലേ? ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോഴാണല്ലോ അർജുൻ ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഉന്മേഷം 100% അങ്ങനെ തന്നെയാണ്. അതായത് ഒരു പരിശോധനയും ഒരു അന്വേഷണമോ നിയമം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ ഒന്നും തന്നെ ഇവിടെ പരിശോധിക്കപ്പെടുന്നില്ല, അന്വേഷണങ്ങൾ നടക്കുന്നില്ല. അത് അനാസ്ഥകൾ കണ്ടെത്തിയാൽ പോലും അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതിൻ്റെ എല്ലാം ഉദാഹരണമാണ് ഇതുപോലെയുള്ള അപകടങ്ങൾ. ഇപ്പോൾ 2 ദിവസം മുൻപാണ് സാഹേതിൽ ഒരു കെട്ടിടം തകർന്നു വീണ് 6 പേർക്ക് മരണം സംഭവിച്ചത്. ആ ഒരു അപകടത്തിന് ശേഷം അവിടെ അന്വേഷണങ്ങൾ നടക്കുന്നു, നടപടികൾ ഉണ്ടാകുന്നു, കെട്ടിട ഉടമയടക്കം അറസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല മുനിസിപ്പൽ കോർപ്പറേഷനിലെ ആളുകളെ സസ്പെൻഡ് ചെയ്യുന്ന പോലെയുള്ള നടപടികൾ ഉണ്ടാകുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ബുറാഡിയിൽ ഒരു വീട്ടിൽ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അവിടെയും ഒരു അപകടം ഉണ്ടാകുന്നു. ആളുകൾ 3 പേർ മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെയും അന്വേഷണം നടക്കുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ മാളവിക നഗർ എന്ന് പറയുന്നത് പോഷായിട്ടുള്ള ഏരിയ ആണ്. അതായത് എല്ലാ സൗകര്യങ്ങളും മാക്സ് പോലെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, പോലീസ് സ്റ്റേഷനുകൾ, ഒന്നിലധികം ഫയർ സ്റ്റേഷനുകൾ, കൃത്യമായിട്ടുള്ള സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം തന്നെ ഉണ്ടായിട്ടും ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള അനാസ്ഥയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി പല ഉദ്യോഗസ്ഥരും പല നിയമവിരുദ്ധ നിർമ്മാണങ്ങളും പ്രവർത്തികളും കണ്ണടച്ചത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ എന്നുള്ള കാര്യം കൃത്യമായി പറയാൻ സാധിക്കും. അതല്ലാതെ നിയമവിരുദ്ധമായി 25 മുറികൾ പണിത് അവിടെ അതിഥികളെ താമസിക്കാൻ ഇതുപോലെ ഇടുങ്ങിയ ഒരു വഴിയിൽ എങ്ങനെ അനുവദിക്കുന്നു എന്നുള്ള കാര്യം ഇതെല്ലാം തന്നെ കണ്ണിൽപ്പെട്ടിട്ടും പോലീസും അധികാരികളും ഈ MCD മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹിയിലെ അധികാരികളും എന്ത് ചെയ്തു ഇത്രയും നാൾ എന്നുള്ള കാര്യം എല്ലാം തന്നെ ഇപ്പോൾ ചോദ്യങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഡൽഹിയിലെ നിയമങ്ങൾ അങ്ങനെയാണ്. ഈ അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പിന്നീട് അതിൽ അന്വേഷണം ഉണ്ടാവുക. മാത്രമല്ല 1-2 ആഴ്ച കഴിഞ്ഞാൽ അത് മറക്കുന്നു. വീണ്ടും നിയമവിരുദ്ധമായിട്ടുള്ള നിർമ്മിതികൾ ഇവിടെ പണിതു ഉയരുന്നു. നിയമവിരുദ്ധമായിട്ടുള്ള പല പ്രവർത്തികൾക്കും കണ്ണടയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ഹോട്ടലിൽ തീപിടുത്തം ഉണ്ടായി. ഇതുപോലെ തന്നെ 10-ലധികം ഹോട്ടലുകൾ ഇവിടെ തന്നെ ഈ ഒരു പ്രദേശത്ത് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അവിടെയൊക്കെ എന്ത് നടപടികൾ കൈക്കൊണ്ടു എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ആ ഒരു അവസ്ഥയാണ് ഇപ്പോഴും ഡൽഹിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.